ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കയ്യിന് പോയെന്ന് വിചാരിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒന്നും പറയില്ല. നമുക്കൊരു വെറൈറ്റി ആയിരുന്നു അതിനകത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഈ പടം, ഭയങ്കര വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത മലയാള സിനിമ പോലെ ഒരു വെറൈറ്റിയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോ പടത്തിലും തേച്ച് വിരകി പുതിയ എന്തെങ്കിലും ഒരു സംഭവം മൂപ്പര് കൊണ്ടുവന്നിരിക്കും. ഒരു ക്യാമിയോ ഉണ്ട്, അതാണ് ഇതിനകത്തെ മെയിൻ സാധനം. അത് കാണേണ്ടത് തന്നെയാണ്. വെടിക്കെട്ട് പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ച് ഇത് ഫീൽ ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് നമ്മൾ അടിപൊളിയായിരുന്നു. ഒരു ക്യാമിയോ ഉണ്ട്, എടുത്തു പറഞ്ഞൊരു ക്യാമിയോ, അതൊരു സൂപ്പർ ക്യാമിയോ ആണ്. അപ്പം പടത്തിനുമായി മമ്മൂട്ടിയുടെ സ്റ്റൈല് കാര്യങ്ങൾ, മമ്മൂട്ടിയുടെ ആക്ടിങ് എല്ലാം സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. എല്ലാവരും മസ്റ്റ് വാച്ച് ആണ്. നല്ലൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഈ പടം, ഭയങ്കര വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത മലയാള സിനിമ പോലെ ഒരു വെറൈറ്റി, ഒരു ഗെയിമിംഗ് ഒരു സെറ്റപ്പാണ്. പടം കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ വേറൊരു ലുക്ക് അതിനകത്ത് കാണാമായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, നമുക്കൊരു വെറൈറ്റി ആയിരുന്നു അതിനകത്ത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പടം. ഫാമിലിക്ക് ഇഷ്ടപ്പെടുമോ? ഫാമിലിക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. യൂത്തിന് കുറച്ചുകൂടെ നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ച് പൊളിച്ചത്. നല്ലൊരു പടമാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കയ്യിന് പോയെന്ന് വിചാരിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒന്നും പറയില്ല. ഇജാതി പടം, ഇടുക്ക് പടം. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണുക. മമ്മൂട്ടി ഫാൻസ് സെറ്റ്, നല്ല പടം. മമ്മൂക്ക പൊളിച്ച്. മലയാള സിനിമയിലേക്ക് കലോ ഡെന്നീസിൻ്റെ മകനായ ഡിനോ ഡെന്നീസിൻ്റെ ഒരു മരണമാസ എൻട്രി എന്ന് തന്നെ പറയാം. ഈ ഒരു പടത്തിന്, ഈ ഒരു പടം കണ്ട ആരും പറയില്ല പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിമാണ്. അത്രയ്ക്ക് തന്മയത്വത്തോടുകൂടി നല്ല ഈ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി പറയാനായിട്ട് ഏറ്റവും മികച്ച് നിന്ന രണ്ട് സംഭവം, ഒന്ന് ഡയറക്ഷൻ, പിന്നെ സിനിമാറ്റോഗ്രഫി, രണ്ടല്ല 3 കാര്യമുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ബി ജി എം ഈ ഒരു പടത്തിന് എത്രമാത്രം സപ്പോർട്ടാണെന്നുള്ളത് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എസ്പെഷ്യലി മമ്മൂക്കയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോ പടത്തിലും തേച്ച് വിരകി പുതിയ എന്തെങ്കിലും ഒരു സംഭവം മൂപ്പര് കൊണ്ടുവന്നിരിക്കും. ഈ ഒരു പടത്തിലും പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് ഒരു അന്യ ലെവൽ സാധനമാണ്. എന്തായാലും കിളി പറത്തിയ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ സ്പോയിലേഴ്സാണ്, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. എന്തായാലും മലയാള സിനിമയ്ക്ക് പുതിയൊരു മുതൽക്കൂട്ടായിട്ട് പുതിയൊരു സംവിധാനം കൂടി മമ്മൂക്ക സമ്മാനിച്ചിരിക്കുന്നു. ഡിനോ ഡെന്നീസ്, ഗ്രേറ്റ്, കുഡോസ്. പടം കൊള്ളാം, നല്ല പടമാണ്. പിന്നെ ഒരു നല്ലൊരു ഡ്രാമയായിട്ടാണ് പോയത്. ഡ്രാമ ത്രില്ലർ എന്നുള്ള ഗ്രന്ഥിപ്പെടാവുന്ന ഒരു പടമാണ്. ലാസ്റ്റ് പോർഷൻ, അതായത് മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ലാസ്റ്റ് പോർഷനിൽ. പുള്ളിയുടെ പ്രകടനമൊക്കെ വളരെ ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു പടം, നല്ലൊരു പടം തന്നെയാണ്. മലയാള സിനിമയിൽ കാണാത്തൊരു വെറൈറ്റി ജേണറായിരുന്നു. അത് കൊള്ളായിരുന്നു, നൈസായിരുന്നു. മമ്മൂട്ടിയുടെ അറിയാലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അതാണ് ഇതിനകത്തെ മെയിൻ സാധനം. അത് കാണേണ്ടത് തന്നെയാണ്. കൊള്ളായിരുന്നു, ബാക്കിയെല്ലാം കൊള്ളായിരുന്നു, സ്റ്റൈലിഷ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം, മലയാള സിനിമയിലേക്ക് പുതിയൊരു ഡയറക്ടറോട് വന്നു. മമ്മൂട്ടി പുതിയ ഡയറക്ടേഴ്സിന് മാത്രം പടങ്ങൾ കൊടുത്ത് പുതിയ ഡയറക്ടേഴ്സിന് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരിക. അതും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ പുതിയ ആൾക്കാർ പുതിയ സാധനങ്ങൾ വേണം. അപ്പോൾ ആ ഒരു പുതിയ സാധനം പുതിയ ഡിനോ ഡെന്നീസ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇതായിരുന്നു. മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു പുതിയ സംവിധായകനെ കൂടി മമ്മൂക്ക കൊണ്ടുവന്നിരിക്കുകയാണ്, ഡിനോ ഡെന്നീസ്. ആ പടം തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാവും ഈ പുള്ളിയുടെ ആദ്യത്തെ പടമാണോ, നമ്മൾ തന്നെ ഡൗട്ട് അടിച്ചു. അതുപോലത്തെ വിഷ്വൽസും അതുപോലത്തെ സാധനങ്ങളും. പിന്നെ എടുത്തു പറയേണ്ടത് BGM, പിന്നെ കഥ, പിന്നെ എല്ലാം കൊണ്ടും. പിന്നെ എന്താണ് പറയാനുള്ളത്, പടം ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത, ആരും ഇങ്ങനാവും അങ്ങനാവും, നമ്മളൊരു ഞെട്ടുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ പിടിക്കാൻ പോവും, അവനെ പിടിക്കുമോ കാണുമോ, അവസാനം വരെ ത്രില്ലിങ്. അവസാന ക്ലൈമാക്സാണ് അപാര സാധനം. എന്താണ്, പുതുമുഖ സംവിധാനത്തിൻ്റെ കൂടെ എന്നും മമ്മൂക്ക പോയിട്ടുണ്ടോ അന്നെല്ലാം ഹിറ്റുമാണ്. അത് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്ന മമ്മൂക്ക തന്നെയാണ്. അങ്ങനെ ഒരു പുതിയ ഒരാളും കൂടെ വന്നിരിക്കുന്നു, ഡിനോ ഡെന്നീസ്. പടം സൂപ്പർ ഹിറ്റ്.